നമസ്കാരം. പ്രധാന വാർത്തകൾ. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. കുന്നംകുളത്തെ മാതൃകാ സംരംഭക നഗരമായി വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ BG ജയപ്രകാശ്. ബജറ്റിന്മേലുള്ള ചർച്ച നാളെ നടക്കും. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റും 26-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി അവതരിപ്പിച്ചു. കാരുണ്യത്തിന്റെ 10 കടന്ന് മുസ്ലിം സമൂഹം പ്രാർത്ഥനാ നിർഭരമായി പാപമോചനത്തിന്റെ 10ലേക്ക് പ്രവേശിച്ചു. ഇതോടെ നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സജീവമായി. വാർത്തകൾ വിശദമായി. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ. കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 13,48,95,319 രൂപ മുന്നിരിപ്പും 86,88,56,760 രൂപ തൻവർഷ വരവും ചേർത്ത് ആകെ 100,37,52,079 രൂപ വരവും 93,86,28,895 രൂപ ചെലവും 6,51,23,184 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും 6,51,23,184 രൂപ മുന്നിരിപ്പും 200,17,59,000 രൂപ പ്രതീക്ഷിത വരവും ചേർത്ത് ആകെ 206,68,82,184 രൂപ വരവും 199,60,04,000 രൂപ പ്രതീക്ഷിത ചെലവും 7,08,78,184 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അവതരിപ്പിച്ചത്. സംരംഭകത്വം, നഗരവികസനം, മാലിന്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ 17 മേഖലകളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് PG ജയപ്രകാശ് തന്റെ ആദ്യ ബജറ്റ് സമർപ്പിച്ചത്. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമിയാണ് അവതരിപ്പിച്ചത്. 1,84,93,411 രൂപ മുന്നിരിപ്പും 39,64,68,411 രൂപ തൻവർഷ വരവും ചേർത്ത് ആകെ 41,49,61,852 രൂപ വരവും 39,28,53,172 പ്രതീക്ഷിത ചെലവും 36,15,269 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത്. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം കൃഷി, ആരോഗ്യം, ജലസംരക്ഷണം, കുടിവെള്ളം, സംരംഭകത്വ വികസനം, ഭൂരഹിത ഭവനരഹിതർ ഇല്ലാത്ത കേരളം എന്നീ മേഖലകളും PMAY ലൈഫ് മുതലായ പദ്ധതികളിലൂടെ എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യം കൂടി ഊന്നൽ നൽകുന്ന ബജറ്റാണ് ഉപാധ്യക്ഷ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CN പ്രസാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്, മറ്റ് മെമ്പർമാരായ ആൻഡോ പോൾ, ജിനി KS തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിലാഷ് MR സ്വാഗതവും ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്ത് നന്ദിയും പറഞ്ഞു. കാരുണ്യത്തിന്റെ 10 കടന്ന് മുസ്ലിം സമൂഹം പ്രാർത്ഥനാ നിർഭരമായി പാപമോചനത്തിന്റെ 10ലേക്ക് പ്രവേശിച്ചു. ഇതോടെ നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സജീവമായി. റമളാനിലെ 2ാമത്തെ 10ലേക്ക് പ്രവേശിച്ചതോടുകൂടി നോമ്പുതുറയിലും ഉദ്ബോധന ക്ലാസുകളും സജീവമാക്കിയിരിക്കുകയാണ് മുസ്ലിം മതവിശ്വാസികൾ. 30 അല്ലെങ്കിൽ 29 ദിവസത്തെ റമദാൻ എണ്ണുമ്പോൾ ദിവസങ്ങളെ 3 പത്തുകളായി തിരിച്ച് ആദ്യ 10 ദിനങ്ങളെ കാരുണ്യത്തിന്റേതെന്നും 2ാമത്തെ 10നെ പാപമോചനത്തിന്റെ 10 എന്നും 3ാമത്തെ 10നെ നരകമോചനത്തിന്റെ 10 എന്നുമാണ് വിശ്വസിക്കുന്നത്. ഇതിനായി ഓരോ 10ലും പ്രത്യേകം പ്രാർത്ഥനയും പ്രവാചകചര്യയായി പഠിപ്പിച്ചിട്ടുണ്ട്. നാഥന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ച് അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളെല്ലാം പുറത്തു നൽകാനും ഹൃദയം ശുദ്ധീകരിക്കുവാനുമുള്ള പ്രാർത്ഥനയോടെയാണ് 2ാമത്തെ 10നെ വിശ്വാസികൾ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം, മക്ക വിജയം എന്നിവയുടെ ഓർമ്മ ദിനങ്ങൾ കൂടിയാണ് 2ാമത്തെ 10. ചരിത്രത്തിന്റെ വഴിത്തിരിവായ ബദർ യുദ്ധം നടന്നത് റമളാൻ 17-നാണ്. അംഗബലത്തിൽ കുറഞ്ഞവർ ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം നേടിയതാണ് ബദർ യുദ്ധം.
ഈ ദിനത്തെ അനുസ്മരിച്ച് അന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറയും അന്നദാനവും സംഘടിപ്പിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം തിരിച്ച് മക്കയിലേക്ക് വന്ന ദിനമാണ് മക്കം ഫതഹ് അഥവാ മക്ക വിജയം. ഇത് റമളാൻ 20-നാണ്. ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥന നടത്തിയും റമളാനിന്റെ രാപ്പകലുകളെ സജീവമാക്കുന്നതിനോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്യലും നോമ്പുതുറകളിൽ ഏർപ്പെടുന്നതും പ്രത്യേകം പുണ്യമാണ്. ഇതിന്റെ ഭാഗമായി വീടുകളിലും പള്ളികളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മന്ദലാംകുന്ന് അൽ ഹിക്മ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉദ്ബോധന ക്ലാസിൽ ഹാരിസ് ആറ്റൂർ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പിന്നീട് നടത്തിയ നോമ്പുതുറയിലും നിരവധി പേർ പങ്കെടുത്തു. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വനിതാ ദിനത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 8 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കോളേജിലെ വനിതാ സെല്ലിന്റെ നേതൃത്വത്തിലാണ് വനിതാ സംഗമം സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിലെയും സമീപത്തെ ചൊവ്വന്നൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, പോർക്കുളം, കടവല്ലൂർ, കാട്ടകാമ്പാൽ എന്നീ 7 പഞ്ചായത്തുകളിലെയും വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വനിതാ സംഗമം സംഘടിപ്പിക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നേട്ടമുണ്ടാകും, നേട്ടത്തിനായി നൽകുക എന്നതാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഈ വർഷത്തെ ചിന്താവിഷയം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച വനിതകളെ സംഗമത്തിൽ ആദരിക്കും. നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വനിതകൾ 6225030044 എന്ന നമ്പറിലേക്ക് വിശദ വിവരങ്ങളടക്കം വാട്സ്ആപ്പ് ചെയ്യേണ്ടതാണ്. ചലച്ചിത്ര താരം അപർണ ബാലമുരളി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, അധ്യാപകരായ M രശ്മി, T ആതിര, ജിൽസി ജെയിംസ്, വിദ്യാർത്ഥി പ്രതിനിധി KG അഖില എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് മുനിസിപ്പാലിറ്റി മമ്മിയൂർ 8-ാം വാർഡ് കൌൺസിലർ KC സുനിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാസ് ക്ലീനിംഗ് നടത്തി. മമ്മിയൂർ മുസ്ലിം പള്ളി പരിസരം മുതൽ KSEB ഓഫീസ് വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഇരുവശങ്ങളും വൃത്തിയാക്കി. MM സുമേഷ്, C അനിൽകുമാർ, നമ്പിയത്ത് രാജഗോപാലൻ, സംഗീത സുരേന്ദ്രൻ, ആനി ജോൺസൺ, വർഗീസ്, KR ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധ വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശീലനം സംഘടിപ്പിച്ചു. HPV ബാധ തടയുക, ഗർഭാശയമുഖ ക്യാൻസർ പ്രതിരോധിക്കുക, ഭാവിയിൽ ഉണ്ടാകാവുന്ന ചില മറ്റ് ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുക എന്നതാണ് വാക്സിനേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിശീലനം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV തിലകൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി തുടങ്ങിയവർ സംസാരിച്ചു. ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് മാസത്തിൽ തന്നെ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് പനമ്പട്ട വെട്ടാൻ പനയിൽ കയറിയ തൊഴിലാളിക്ക് ദേഹാസ്വാസ്ഥ്യം, രക്ഷകരായി അഗ്നിരക്ഷാസേന. വെസ്റ്റ് മങ്ങാട് പുളിഞ്ചോട് പനമ്പട്ട വെട്ടാൻ പനയിൽ കയറിയ തൊഴിലാളി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് പനയുടെ മുകളിൽ കുടുങ്ങി. കൊപ്പം വല്ലപ്പുഴ സ്വദേശി വടക്കേതിൽ വീട്ടിൽ 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പനയിൽ കുടുങ്ങിയത്. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ വിദഗ്ധമായി താഴെയിറക്കി. പനയുടെ മുകളിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതോടെ ഇയാൾക്ക് താഴെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. വിവരമറിഞ്ഞ ഉടൻ കുന്നംകുളം ഫയർ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഏറെ പ്രയാസകരമായ ദൌത്യത്തിലൂടെ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് സേനാംഗങ്ങൾ ഇദ്ദേഹത്തെ സുരക്ഷിതമായി നിലത്തിറക്കിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ KU വിജയ് കൃഷ്ണ, അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ A അൻവർ, വാർഡ് മെമ്പർ തമ്പി K ജോബ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. താഴെയിറക്കിയ തൊഴിലാളിയെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ജില്ലയിലെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക NA വിനീത മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡിനും അർഹയായി. പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും പ്രാവർത്തികമാക്കിയാണ് ഈ സർക്കാർ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചത്. തൊഴിൽ പരിശീലനവും അതുവഴിയുള്ള സാമൂഹിക സേവനവും കഴിഞ്ഞ 3 വർഷമായി NSSന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിവരുന്നുണ്ട്. പലഹാര നിർമ്മാണം, വിൽപ്പന, ജലപരിശോധന, തയ്യൽ പരിശീലനം, ദേശീയ പതാക, വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന, നെൽകൃഷി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജലപരിശോധന നടത്തിയതിന് ഹരിത കേരള മിഷന്റെ ആദരവ് സ്കൂളിന് ലഭിച്ചു.
വീട്ടിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവരുന്ന പലഹാരങ്ങൾ സ്കൂളിലെ സ്നാക്സ് പാർലറിൽ വിൽപ്പന നടത്തി കിട്ടിയ പണം സാമൂഹ്യ സേവനങ്ങൾക്കുപയോഗിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് NSS നടത്തുന്നതെന്ന് പ്രിൻസിപ്പാൾ വി സ്മിത പറഞ്ഞു. മരത്തങ്കോട് സ്കൂളിലെ NSS യൂണിറ്റ് മറ്റ് സ്കൂളുകളിലെ NSS യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തനതായ പ്രവർത്തനങ്ങളിലൂടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച NSS യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം കൂടി നൽകുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ NSS യൂണിറ്റിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. NSS പ്രോഗ്രാം ഓഫീസറായി ചാർജ് എടുത്ത വിനീത ടീച്ചർ സ്കൂളിലേക്കായി 3 തയ്യൽ മെഷീൻ വാങ്ങി തയ്യൽ പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ പതാകകൾ, ശിശുദിനത്തിൽ ചാച്ചാജി ജുബകൾ, വയോമന്ദിരത്തിലെ അമ്മമാർക്ക് മാക്സികൾ എന്നിവ തയ്ച്ചു നൽകിയത് ശ്രദ്ധ നേടിയിരുന്നു. ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ടീം വർക്കിന്റെ അവാർഡാണ്. എനിക്ക് എന്ത് ആശയങ്ങൾ തോന്നിയാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അവർ കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ലൊരു എനർജി അതിൽ നിന്ന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടാണ് ഇതിൻ്റെ കടപ്പാടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ജൈവ നെൽകൃഷിയായിരുന്നു. ജൈവ അരി വിപണിയിലിറക്കുകയും വിറ്റുകിട്ടിയ 25,000 രൂപ NSS വയനാട് ഭവന നിർമ്മാണത്തിലേക്ക് നൽകുകയും ചെയ്തു. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരെയും കൊണ്ട് നടത്തിയ ഉല്ലാസയാത്ര വൃക്കരോഗിക്ക് 42,000 രൂപ പിരിച്ചെടുത്ത് ചികിത്സാ സഹായമായി നൽകിയത് ഉൾപ്പെടെ ഒട്ടനവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് NSSന്റെ നേതൃത്വത്തിൽ മരത്തങ്കോട് സ്കൂൾ നടത്തിയിട്ടുള്ളത്. PTA, SMC, MPTA, OSA അധ്യാപകർ എന്നിവരുടെ പിന്തുണയും സഹകരണവും സ്കൂളിന്റെ മികച്ച നേട്ടങ്ങൾക്ക് കരുത്തു നൽകിയിട്ടുണ്ട്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീമ മൊയ്തുണ്ണി, വാർഡ് മെമ്പർമാരായ ഷെസീന, ജിതേഷ്, ഹൈറുനിസ, കർഷകരായ ആന്റണി അബ്ദുൾ സലാം, കുഞ്ഞാലു അബ്ദുറഹ്മാൻ, IB ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. കാർപ്പ് ഇനത്തിൽപ്പെട്ട 9,075 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ബഡ് സ്കൂൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന നക്ഷത്രക്കൂടാരം ആരോഗ്യ പ്രവർത്തകരും മലങ്കര നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് സ്നേഹ സന്ദർശനം നടത്തി മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. മനഃശാസ്ത്ര കൗൺസിലർ ജസീന നിർദ്ദേശങ്ങൾ നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീബ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം ലിയ ജോജു, ആരോഗ്യ പ്രവർത്തകരായ നിത ശ്രീനി, ബിഞ്ചു ജേക്കബ്, KV വിനീത എന്നിവർ നേതൃത്വം നൽകി. ആര്യമ്പാടത്ത് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഞായറാഴ്ച നടന്ന കലാശപ്പോരിൽ യൂറോ സ്പോർട്സ് പടന്ന മറുപടിയില്ലാത്ത ഒരു ഗോളിന് KDS FC കീഴ്ശ്ശേരിയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. ആര്യമ്പാടത്തിന്റെ സമസ്ത മേഖലകളിലും സജീവമായിരുന്ന CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് EKN ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ രജിസ്ട്രേഷനുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി 7 മുതൽ ആരംഭിച്ച 15 ദിവസം നീണ്ടുനിന്ന ടൂർണമെന്റിൽ 16 അഖിലേന്ത്യാ ടീമുകളും 16 പ്രാദേശിക ടീമുകളും മാറ്റുരച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ലധികം കാണികളാണ് കാൽപന്ത് കളിയുടെ മാസ്മരികത ആസ്വദിക്കാൻ ആര്യമ്പാടം സർവോദയം സ്കൂൾ ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. സമാപന ചടങ്ങിൽ സംഘാടക സമിതി രക്ഷാധികാരികളായ ആലത്തൂർ MP K രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, സ്കൂൾ മാനേജർ K ശശികുമാർ, കൌൺസിലർ PA അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശിക മത്സരത്തിൽ യുവധാര പാർലേക്കാട് OP ഫ്രണ്ട്സ് വളപ്പായ ടീമിനെ തോൽപ്പിച്ച ചാമ്പ്യന്മാരായി. അഖിലേന്ത്യാ മത്സരത്തിൽ യൂറോ സ്പോർട്സ് പടന്നയുടെ അനുരാഗ് ബെസ്റ്റ് അറ്റാക്കർ, കെൽവിൻ ബെസ്റ്റ് ഡിഫൻഡർ, KDS FC കീഴ്ശ്ശേരിയുടെ അൻഷിദ് ഖാൻ ബെസ്റ്റ് ഗോൾ കീപ്പറായും, പ്രാദേശിക കളിയിൽ യുവധാര സ്പോർട്സ് ക്ലബിന്റെ മൃജു ബെസ്റ്റ് അറ്റാക്കർ, അക്ഷയ് ബെസ്റ്റ് ഡിഫൻഡർ, OP വളപ്പായയുടെ അഭിജിത്ത് ബെസ്റ്റ് ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു. ഷാജി, ഹാരിഷ് ജയരാജൻ എന്നിവരായിരുന്നു കളി നിയന്ത്രിച്ചിരുന്നത്. വിജയികൾക്കും റഫറിമാർക്കും അനൗൺസർ നിസാർ പട്ടാമ്പിക്കുമുള്ള ആദരം നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, MR അനൂപ് കിഷോർ, സ്പോൺസർമാരായ ഡോക്ടർ ഐശ്വര്യ സുരേഷ്, PA അഷ്റഫ്, ലിജീഷ് PU, KV ജോൺസൺ, മുൻ കൌൺസിലർമാരായ ജമീല ഷംസുദ്ദീൻ, ജിൻസി ജോയ്സൺ, EKN രക്ഷാധികാരി KV ജോസ്, പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ, സെക്രട്ടറി വിനോദ് MS, CK അജിത് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു.
പോർക്കുളം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അക്കിക്കാവ് കമ്പിപ്പാലത്ത് വില്ലേജ് റെസ്റ്റോറന്റിൽ നിർമ്മിച്ച ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. ആധുനിക രീതിയിൽ നിർമ്മിച്ച ഖരദ്രാവക മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രേഖ ജയറാം അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ തമ്പി കെ. ജോബ, സിന്ധു ബാലൻ, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ്, രുചി മാനേജിംഗ് ഡയറക്ടർ ടി.എ. ഉസ്മാൻ, ഹാറൂൺ ഉസ്മാൻ, രുചി ജനറൽ മാനേജർ മുഹമ്മദ് കാസിം, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർവാഹക സമിതി അംഗം സുന്ദരൻ നായർ, ജില്ലാ യൂണിറ്റ് ഭാരവാഹികളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി മേഖലയിലെ മികച്ച റെസ്റ്റോറന്റ് ആൻഡ് കാന്റീനായി ദയ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചുവരുന്ന റോയൽ രുചി തെരഞ്ഞെടുക്കപ്പെട്ടു. രുചി ഗ്രൂപ്പിൽ നിന്നും മുഹമ്മദ് കാസിം, എ.എൻ. ബദ്രീന, കെ.എസ്. ഫിദ എന്നിവർ ചേർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ് എന്നിവരിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുന്ദരൻ നായർ ചടങ്ങിൽ പങ്കെടുത്തു. ചിറ്റാട്ടുകര മാനുഷ്യം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ആസ്റ്റർ ലാബ്സും തൃശൂർ ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് താമരപ്പള്ളി MP സിദ്ധാർത്ഥൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ക്യാമ്പ് CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗവും മാനുഷ്യം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റുമായ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. മാനുഷ്യം സെക്രട്ടറി CF രാജൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത്, CPIM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, എളവള്ളി പഞ്ചായത്ത് അംഗങ്ങളായ തുളസി രാമചന്ദ്രൻ, അനീഷ് തിണ്ടിയത്ത്, CPIM ബ്രാഞ്ച് സെക്രട്ടറി KA പരീദ്, ഡോക്ടർ M മഞ്ജു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, PRO അജീഷ്, സത്യവിശ്വം എന്നിവർ സംസാരിച്ചു. ഷിഫാന, സഫ, അൻസ, ഷിബ്ന എന്നിവർ നേത്രപരിശോധനയും ജീവിതശൈലി രോഗങ്ങളും പരിശോധനയും ക്യാമ്പിൽ നടന്നു. സൗജന്യമായി മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി നെല്ലുവായിൽ നിന്നും ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. നെല്ലുവായി മുണ്ടംകോടുള്ള വീടിന്റെ പോർച്ചിന് സമീപമുള്ള ചെടിത്തോട്ടത്തിൽ നിന്നാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് ആനിമൽസ് റെസ്ക്യൂ ഓഫീസർ അഷ്റഫ് പാമ്പിനെ പിടികൂടി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,565 രൂപ, പവന് 1,24,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 330 രൂപ. ചരമം. കുന്നംകുളം ചിറ്റഞ്ഞൂർ വയലോരം റോഡിൽ താമസിക്കുന്ന വെള്ളക്കട ഹരിദാസൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഭാർഗവി ഭാര്യയും അനീഷ്, അനിത, അശ്വതി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. കുന്നംകുളത്തെ മാതൃകാ സംരംഭക നഗരമായി വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്. ബജറ്റിന്മേലുള്ള ചർച്ച നാളെ നടക്കും. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമിയാണ് അവതരിപ്പിച്ചത്. കാരുണ്യത്തിന്റെ 10 കടന്ന് മുസ്ലിം സമൂഹം പ്രാർത്ഥനാ നിർഭരമായ പാപമോചനത്തിന്റെ 10ലേക്ക് പ്രവേശിച്ചു. ഇതോടെ നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സജീവമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.